ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിനായി ഒരു വചനഭാഗം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരട്ടെ. വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനഭാഗമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പരീശന്മാരും സദൂക്യരും യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആകാശത്തു നിന്ന് നീ ഞങ്ങൾക്ക് ഒരു അടയാളം കാണിച്ചു തരണം, നീ ദൈവപുത്രനാണ് എന്നുള്ളതിന്. യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളിലും യേശു തമ്പുരാൻ പ്രവർത്തിച്ച അടയാളങ്ങളിലൊന്നും അവർക്ക് ഒരു ദൈവികമായ പ്രവർത്തനം കാണാൻ സാധിക്കുന്നില്ല. ദൈവത്തിൽ നിന്നൊരു അടയാളമായി അതിനെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. മറിച്ച് അവർ മറ്റൊരു അടയാളത്തിന് വേണ്ടി, ഒരു പുതിയ അടയാളത്തിന് വേണ്ടി യേശുവിൻ്റെ സന്നിധിയിൽ ചോദിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞ മറുപടിയാണ് ഇന്നത്തെ വചനധ്യാനത്തിനായി ഞാൻ എടുക്കുന്നത്. താൻ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ പറയുന്നത് സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല കാലാവസ്ഥയായിരിക്കുമെന്ന് പറയുന്നു. പ്രഭാതത്തിൽ ആകാശം മൂടിയും ചുവന്നും കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ട് എന്നും പറയുന്നു. ആകാശത്തിൻ്റെ ഭാവം വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ കാലത്തിൻ്റെ ലക്ഷണങ്ങളെ വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ എന്നാണ് യേശു തമ്പുരാൻ അവരോട് മറുപടി പറയുന്നത്. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു വചനമായിട്ട് ഈ വചനഭാഗത്തെ എനിക്ക് തോന്നുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും ലക്ഷണങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. രാവിലെ വീട്ടിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ആകാശത്തേക്കൊന്ന് നോക്കും. ഇന്ന് നല്ല മഴയുടെ ലക്ഷണമുണ്ട്, അതുകൊണ്ട് ഇന്ന് പോയാൽ നനഞ്ഞു ചീഞ്ഞ് നാശമാകും, അതുകൊണ്ട് ഇന്ന് പോകണ്ട എന്ന് തീരുമാനിച്ച് പോകാതിരിക്കുന്ന സ്വഭാവം. ഈ അടുത്ത നാളുകളിൽ പള്ളിയിലൊക്കെ ആള് കുറവാണ്. കാരണം എന്താ? നല്ല മഴയാണ് ഈ സമയത്ത്. ആകാശത്തിലെ ലക്ഷണങ്ങൾ തിരിച്ചറിയുവാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയുന്നുണ്ട്, എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. കാലാകാലങ്ങളിൽ ഓരോ അടയാളങ്ങളിലൂടെ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ ഏതൊരു പരിപാടിയെ നമ്മൾ സംബന്ധിച്ചാലും അവിടെ ഒന്നും ആളുകളില്ലാത്ത ഒരു സാഹചര്യമാണ്. റോട്ടിലേക്ക് ഇറങ്ങിയാൽ പോലും ഒരു മനുഷ്യനെ നമുക്ക് കാണാനില്ല. കടയിലൊന്ന് കയറിയാൽ പോലും അവിടെയും ആരെയും കാണാനില്ല. അതിൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ട ആളുകളെ പോലും കാണാനില്ല. പള്ളിയിൽ പോയാൽ അവിടെയും ആളില്ല, ധ്യാനത്തിന് പോയാൽ അവിടെയും ആളില്ല. പള്ളി പെരുന്നാളുണ്ട്, പെരുന്നാളിൽ പങ്കെടുക്കാൻ പോയാൽ അവിടെയും ആളുകൾ കാണുന്നില്ല ഈ അടുത്ത കാലഘട്ടത്തിൽ. എന്താണ് അതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. കേരളം മുഴുവൻ ഇന്ന് ശക്തമായി പകർന്നു പിടിച്ചിരിക്കുന്ന ഒരു പകർച്ച പനിയെക്കുറിച്ചാണ്. എല്ലാ വീട്ടിലും പനിയാണ്, എല്ലാവർക്കും പനിയാണ്. പനി കാരണം ആർക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളം മുഴുവൻ ഇത് ശക്തമായി ആഞ്ഞു പിടിച്ചിരിക്കുകയാണ്. ഭരണവും ഭരണ സംവിധാനങ്ങളും സ്തംഭിച്ചു നിൽക്കുകയാണ് ഈ പടർന്ന് പന്തലിച്ചു പോകുന്ന ഈ പനിക്ക് മുൻപിൽ. സഹോദരങ്ങളെ, ഇവിടെ തിരിച്ചറിയണം, കാലത്തിൻ്റെ ഒരടയാളമായി, ലക്ഷണമായി ഇതിനെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. കേരളം എന്ന പ്രദേശം നമുക്കറിയാം, വളരെ ശക്തമായ ദൈവവചനം കൊണ്ട് സമ്പന്നമായ ഒരു കൊച്ചു ദേശമാണ്. ഇത്രയും ശക്തമായ ദൈവവചനം പ്രഘോഷിക്കുന്ന, ഇത്രയും ശക്തമായ വചന പ്രഘോഷകരും ധ്യാന കേന്ദ്രങ്ങളുമുള്ള മറ്റൊരു സ്ഥലം പോലും ഈ ലോകത്തിൽ ഒരിടത്തുമില്ല. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് തന്നെയാണല്ലോ കേരളത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ഈ നാട്ടിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ ഒരു പകർച്ചവ്യാധിയിലൂടെ കർത്താവ് എന്ത് സംസാരിക്കുന്നു എന്ന് തിരിച്ചറിയുവാനുള്ള ബാധ്യത ഓരോ വ്യക്തിക്കുമുണ്ട് എന്ന് തിരിച്ചറിയുക. പഴയ നിയമകാലത്തിലേക്ക് അങ്ങ് തിരിച്ചു പോയി കഴിഞ്ഞാൽ പലരിലൂടെയും ഇതുപോലെ അടയാളങ്ങളിലൂടെ ദൈവം പല പ്രാവശ്യം സംസാരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രകൃതിക്ഷോഭങ്ങളും ഇതുപോലെയുള്ള പകർച്ച ദുരന്തങ്ങളുമെല്ലാം പലപ്പോഴും സമൂഹത്തിൽ ഉണ്ടാകുന്നത് പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോദോം ഗോമോറയുടെ നാശം, നോഹയുടെ കാലത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കം, ഈ പ്രകാരം കാണുന്ന വചനത്തിൽ കാണുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളെല്ലാം ഓരോ അടയാളങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തായിരുന്നു ഇതുപോലെ കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ കർത്താവ് നൽകിയിരുന്ന സന്ദേശം? കാലത്തിൻ്റെ അടയാളങ്ങൾ പ്രധാനമായും മാനസാന്തരത്തിനുള്ള സന്ദേശമാണ് എന്ന് തിരിച്ചറിയണം. വേദപുസ്തകം മുഴുവൻ പരിശോധിച്ചാൽ ഇതുപോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും പകർച്ചവ്യാധികളും വന്നപ്പോഴെല്ലാം ഓരോ പ്രവാചകന്മാരെ കർത്താവ് അവിടെയെല്ലാം ഉയർത്തിയിട്ട് അവരിലൂടെ മാനസാന്തരത്തിനുള്ള സന്ദേശം ദേശത്തിനും സഭയ്ക്കും പകർന്നു കൊടുക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക, ഇന്ന് കേരളത്തിൽ പടർന്നു പിടിക്കുന്ന ഈ വലിയൊരു വ്യാധിക്ക് പിന്നിലും കർത്താവ് നൽകുന്ന ഒരു മാനസാന്തരത്തിന്റെ സന്ദേശമുണ്ട് എന്ന് തിരിച്ചറിയുക. ഓരോ വ്യക്തിയെയും മാനസാന്തരത്തിനായി ക്ഷണിക്കുകയാണ് ഇപ്രകാരം പടർന്നു പിടിച്ചിരിക്കുന്ന ഈ വ്യാധികളിലൂടെ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. എന്താണ് ഇന്ന് നമുക്ക് മാനസാന്തരത്തിന് ആവശ്യമായിട്ടുള്ളത്? ഏത് മേഖലയിലാണ് ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും മാനസാന്തരം? ഈ മാനസാന്തരം എന്ന് പറയുന്ന വാക്ക് നമുക്ക് പ്രധാനമായിട്ട് അറിയാം.
ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ആത്മീയ ശുശ്രൂഷയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. വചനം പ്രസംഗിക്കുന്നവര്, വചനം ധ്യാനിക്കുന്നവര്, വചനത്തെക്കുറിച്ച് എഴുതുന്നവരൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് മാനസാന്തരം. പ്രസംഗിക്കുമ്പോൾ കൂടുതലായി ആവർത്തിക്കപ്പെടുന്ന ഒരു പദമാണ് നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ, നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. എന്നാൽ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ എനിക്ക് ലഭിക്കുന്ന വ്യക്തമായ ബോധ്യം മറ്റൊന്നുമല്ല. കേരളത്തിൽ ഇന്ന് മാനസാന്തരപ്പെടേണ്ടത് മറ്റു ചില ദുർശീലങ്ങളിലോ മറ്റു ചില സ്വഭാവങ്ങളിലോ പെട്ട് കഴിയുന്ന വ്യക്തികളല്ല. മറിച്ച് കേരളത്തിൽ ഇന്ന് മാനസാന്തരം സംഭവിക്കേണ്ടത് കേരളത്തിന്റെ ആത്മീയ പ്രസ്ഥാനങ്ങളിലാണ് എന്ന് തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ആത്മീയതയുടെ തെറ്റായ തളം ഇന്ന് കേരളത്തിലും സഭയിലും സമൂഹത്തിലും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ തലങ്ങളിൽ, ആത്മീയതയുടെ തലങ്ങളിൽ ഒരു മാനസാന്തരത്തിനുള്ള ആഹ്വാനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്നത്. കേരളത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഈ പ്രതിസന്ധികൾ ഇന്ന് കേരളത്തിൽ വളർന്നു വന്നതിന്റെ കാരണം കേരളത്തിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന ശക്തമായ ആത്മീയ ശുശ്രൂഷകളും പ്രസ്ഥാനങ്ങളും ഇന്ന് തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് മറന്ന് തങ്ങളുടെ ദൗത്യത്തിൽ നിന്ന് മറന്ന് തകർന്നു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്റെ മനസ്സിൽ ദൈവാത്മാവ് ബോധ്യം തന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആത്മീക മേഖലയിൽ ഇന്ന് നേരിടുന്ന ചില അപകടങ്ങൾ, ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോയില്ല എങ്കിൽ നമ്മളും ഇതുപോലെയുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുക. തീർച്ചയായിട്ടും നമ്മൾ ഒരു അപ്പോസ്തോലിക സഭയിലായിരുന്നു കൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി ദൈവാത്മാവ് ബോധ്യപ്പെടുത്തുന്ന ചില ചിട്ടകളും ചില ക്രമീകരണങ്ങളും പാലിച്ചിരിക്കണം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്നത്തെ ആത്മീയ കൂട്ടായ്മയിൽ ഒന്നാമതായി അഭിമുഖീകരിക്കുന്ന അപകടം എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമായ ശുശ്രൂഷകൾ വളർന്നു വരുന്നു എന്നുള്ളതാണ്. വ്യക്തികളെ ഉയർത്തിക്കാണിക്കൊണ്ടുള്ള കൾട്ട് ശുശ്രൂഷകൾ എന്നതിനെ കുറിച്ച് പറയാറുണ്ട്. വ്യക്തികളെ ഉയർത്തിക്കൊണ്ടുള്ള ശുശ്രൂഷകൾ. ചില വ്യക്തികൾക്ക് കർത്താവ് ചില സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് വചനം പ്രഘോഷിക്കാൻ, ചിലർക്ക് രോഗശാന്തി വരമായിരിക്കാം, ചിലർക്ക് ഭാഷാപരമായിരിക്കാം, ചിലർക്ക് മറ്റ് എന്തെങ്കിലും വരദാനങ്ങളായിരിക്കാം കർത്താവ് നൽകിയിട്ടുള്ളത്, ചിലർക്ക് പ്രസംഗിക്കാനുള്ള വരമായിരിക്കാം കർത്താവ് നൽകിയിട്ടുള്ളത്, ചിലർക്ക് പാട്ടുപാടാനുള്ള വരമായിരിക്കാം കർത്താവ് തന്നിട്ടുള്ളത്. ചില വ്യക്തികളിൽ ഇങ്ങനെയുള്ള വരദാനങ്ങൾ ഒരുപാട് നിറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കും. കർത്താവ് അവരെ ലോകത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് എടുത്തുയർത്തുന്നു. കർത്താവ് കൊടുത്തിട്ടുള്ള ഈ ബോധ്യവും ഈ ഉയർപ്പിന്റെ അനുഭവം വെച്ചുകൊണ്ട് അവർ ശക്തമായി ദൈവവചനം പ്രസംഗിക്കുന്നു. ഇവരുടെ പ്രസംഗങ്ങളിലേക്ക് അനേക ആളുകൾ ആകർഷിക്കപ്പെടുന്നു, ഓടിക്കൂടുന്നു. ആളുകൾ ഓടിക്കൂടി അതൊരു സമൂഹമായി മാറുന്നു. ആ സമൂഹം പിന്നീട് ഒരു ഭരണ സംവിധാനമായി മാറുന്നു, അതൊരു ചട്ടക്കൂടായി മാറുന്നു, പിന്നീട് അതൊരു കൊച്ചു സഭയായി മാറുന്നു, പിന്നീട് അതൊരു കൂട്ടായ്മയായി മാറുന്നു. ഇപ്രകാരം പിന്നെ ഈ ശുശ്രൂഷ ആരാരംഭിച്ചോ ആ വ്യക്തി ആ കൂട്ടായ്മയുടെ തലവനായി മാറുന്നു. എന്നിട്ടോ ആ വ്യക്തിയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ വ്യക്തിയിലേക്ക് നോക്കിക്കൊണ്ടുള്ള ശുശ്രൂഷകൾ വളർന്നു വരുന്നത് കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ വ്യക്തി കേന്ദ്രീകൃതമായി വളർന്നു വരുന്ന ശുശ്രൂഷകൾ തെറ്റാണ്. അത് ആത്മീയതയുടെ തെറ്റായ ഒരനുഭവമാണ് കാണുവാൻ സാധിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളവരെ സൂക്ഷിക്കുവാൻ, ശ്രദ്ധിക്കുവാൻ നമുക്ക് സാധിക്കണം. പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, യേശുവിൻ്റെയോ മാതാവിൻ്റെയോ വിശുദ്ധന്മാരുടെയോ ഒക്കെ ഫോട്ടോകളൊക്കെ മാസികകളിലൊക്കെ നമ്മൾ ഇടുമ്പോൾ അതൊക്കെ കണ്ടിട്ട് പറയും, കണ്ടോ ഇതൊക്കെ വിഗ്രഹാരാധനയാണ്, ഇവരുടെയൊക്കെ പടങ്ങളൊക്കെ ഇതിൻ്റെ അകത്തിട്ടിരിക്കുന്നത് വിഗ്രഹാരാധനയാണ് എന്ന് പറയും. അങ്ങനെ വിശുദ്ധന്മാരുടെയും കർത്താവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ ഫോട്ടോ വെക്കുന്നതിനും അത് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതിനും ഒക്കെ എതിര് നിൽക്കുന്ന പല ആളുകളും ഈ അടുത്ത കാലത്ത് കാണാൻ സാധിക്കുന്നു. അവരുടെ ഫോട്ടോകൾ വെച്ച് വലിയ പോസ്റ്ററുകളൊക്കെ അച്ചടിച്ച് അത് നാടുനീളെ പ്രസിദ്ധപ്പെടുത്തി ഇന്നയിടത്ത് ഇന്ന വ്യക്തി പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് ആ വ്യക്തി കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പടവും വേദപുസ്തകം ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പടവും ഒക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെ ആ കൂട്ടായ്മകളിലേക്ക് പലരെയും ആകർഷിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. സഹോദരങ്ങളെ, ഇതിന്റെയൊക്കെ പിന്നിലെ തെറ്റായ സ്വാധീനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വ്യക്തിയെ പ്രൊജക്ട് ചെയ്തുകൊണ്ട്, വ്യക്തിയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ശുശ്രൂഷകൾ ഒരു കാരണവശാലും വളർത്തപ്പെടാൻ പാടില്ല. അത് ദൈവികമല്ല എന്ന് തിരിച്ചറിയുക. പരിശുദ്ധാത്മാവിനെ തന്നെ ഇവിടെ നമുക്ക് എടുത്തു നോക്കാം. പരിശുദ്ധാത്മാവ് നയിക്കുന്ന ശുശ്രൂഷകളാണ് അതെന്നാണല്ലോ പലപ്പോഴും പറയപ്പെടുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്വഭാവത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ സ്വന്തമായി ഒരു ശരീരമില്ലാതെയാണ് പരിശുദ്ധാത്മാവ് കടന്നു വന്നത്. ദേ കണ്ടോ, ഇതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് നമുക്കൊന്ന് ചൂണ്ടിക്കാണിക്കാൻ, നമുക്കൊന്ന് തൊട്ട് കാണിക്കാൻ ഒരു സ്വന്തമായ ഒരു ശരീരം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ കൊണ്ടുവന്നില്ല. അവൻ കാറ്റിന്റെ രൂപത്തിൽ വന്നു എന്നാണ് പറയുന്നത്. പെന്തക്കോസ്തിയിൽ കാറ്റായി അഗ്നിയായി അവൻ അങ്ങനെ കടന്നു വരികയാണ്. കാറ്റായും അഗ്നിയായും പ്രാവായും എല്ലാം അവൻ കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവ് പ്രാവായി മാത്രം കടന്നു വന്നായിരുന്നെങ്കിൽ നമ്മൾ പ്രാവിനെ കാണുമ്പോഴെല്ലാം ഇതാണ് പരിശുദ്ധാത്മാവ്